സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് നമ്മൾ മഹാദേവൻ്റെ സന്ദേശമാണ് എടുക്കുന്നത്. ഇന്ന് മുപ്പട്ട് ഞായറാഴ്ചയാണ്. മഹാദേവന് പ്രാധാന്യമുള്ള ദിവസമാണ്. നെക്സ്റ്റ് ഡേ മുപ്പട്ട് തിങ്കളാഴ്ച, മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച. അതും മഹാദേവനും ശ്രീ പാർവതിക്കും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഇന്ന് മുപ്പട്ട് ഞായറാഴ്ചയാണ്. സൂര്യനും പ്രധാനമുള്ള ദിവസമാണ്. മഹാദേവനും പ്രാധാന്യമുള്ള ദിവസമാണ്. കൈലാസനാഥനായ ദേവാദിദേവനായ മഹാദേവൻ്റെ അരുളപ്പാട് എടുക്കുന്നതിന് മുന്നേ നമുക്കിവിടെ രുദ്രഗായത്രി പറഞ്ഞിട്ടുണ്ട്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഒന്നും കൂടി പറയാം. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. അപ്പം ഇനി നമുക്ക് മഹാദേവൻ്റെ മെസ്സേജ് എന്താ നോക്കാം. ആദ്യത്തെ മെസ്സേജ് സക്സസ് ഇസ് നിയർ. വിജയം അടുത്തെത്തിയിരിക്കുന്നു. വളരെ നല്ല മെസ്സേജാണ്. രണ്ടാമത്തെ മെസ്സേജ് റിമെയിൻ സൈലൻറ്റ്. ശബ്ദം പാലിക്കുക വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക. മൂന്നാമത്തെ മെസ്സേജ് യു ആർ ബീയിങ് റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ്. നിങ്ങൾ പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ റിഫൈൻഡായി മാറിയിരിക്കുക, പോളിഷ്ഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. വളരെ നല്ല 3 മെസ്സേജുകളാണ് ഭഗവാൻ നമുക്കായിട്ട് തന്നിരിക്കുന്നത്. രുദ്രഗായത്രിയുടെ അർത്ഥം ഞാൻ ആ സുപ്രീം പവറിനെ ലോർഡ് ശിവ ഞാൻ ധ്യാനിക്കുന്നു. ഭഗവാൻ എനിക്ക് ഹയർ ഇൻ്റലക്റ്റ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ മനസ്സിനെ ഇലൂമിനേറ്റ് ചെയ്യട്ടെ, പ്രകാശിപ്പിക്കട്ടെ. എനിക്ക് ആ സുപ്രീം നോളജ്, സുപ്രീം ഇൻ്റലക്റ്റ് അത് എനിക്ക് പ്രദാനം ചെയ്യട്ടെ, എൻ്റെ മനസ്സിനെ ഉജ്ജ്വലിപ്പിക്കട്ടെ എന്നാണ് രുദ്രഗായത്രിയുടെ അർത്ഥം. അപ്പോൾ ഈ 3 മെസ്സേജും വളരെ നല്ല മെസ്സേജാണ്. ഈ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.